സിംഗിൾ ഓണറാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ. അതെ. പ്രൈസ് 39,000 രൂപ കൊടുക്കാം. 39,000 രൂപ. നമുക്കിതൊരു 49,000 രൂപ കൊടുക്കാം. അതായത് 5 വർഷം പേപ്പറാക്കി. 5 വർഷം പേപ്പറാക്കി 2 ഓണറാണ്. മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാന്നുള്ള വണ്ടിയാണ്. വെറും 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി. i10 2012 ആണ്. വെറും 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. 62,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എ സ്റ്റാർ സിംഗിൾ ഓണർ ആണ്. 2000 മാരുതി 800. അതെ, ലോ ബഡ്ജറ്റ് വണ്ടികളെല്ലാം മാരുതി 800 നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പോൾ ബെസ്റ്റ് ചോയ്സിൽ ക്രിസ്മസിൻ്റെ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് കാറുകൾ, അത് നിങ്ങൾ സാധാരണക്കാരൻ്റെ കളക്ഷൻ, അതായത് മാരുതി 800 നല്ല കളക്ഷൻ. ഒരു പക്ഷേ ട്രിവാൻഡ്രത്തിന് ഏറ്റവും കൂടുതൽ മാരുതി 800 കളക്ഷനുള്ള ഷോറൂമാണ്. ഇഷ്ടംപോലെ മാരുതി 800 വന്നിട്ടുണ്ട്. അതേപോലെ ബാക്കി മിഡിൽ സെഗ്മെൻറ്റ് വണ്ടികളും എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട്. പക്ഷേ മാരുതി 800 കൂടുതലുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയും, ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം നല്ല വണ്ടി ഓടുന്ന വണ്ടികളാണല്ലേ ബ്രോ? എല്ലാം ഓടുന്ന വണ്ടികളാണ്, പേപ്പറുള്ള വണ്ടികളാണ്. നിങ്ങൾക്ക് പേര് മാറി തരും. അങ്ങനെ പേപ്പറും ഉള്ള വണ്ടികൾ പേര് മാറി തരുന്ന വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾക്കാർക്ക് പേടിക്കേണ്ട. അപ്പം ബഡ്ജറ്റ് കാറുള്ള നല്ല കളക്ഷൻ ഉണ്ട്. നമ്മുടെ ജെറം ബ്രോയുടെ വേണ്ടിയിട്ട് സ്വാഗതം. നമസ്കാരം. അപ്പം ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് പ്രമാണിച്ച് എന്തെങ്കിലും നമ്മുടെ ഓഫർ പ്രമാണിച്ച് നമ്മുടെ വെഹിക്കിൾസ് ഒരുപാട് വന്നിട്ടുണ്ട്. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം. ഒപ്പം നമുക്ക് ഗിഫ്റ്റ് ഓഫറും കൊടുക്കാം. ഗിഫ്റ്റ് ഓഫറും ഉണ്ട്. അതെ, ഓക്കെ. അപ്പോൾ അവരുടെ ലോൺ നമുക്ക് ഇപ്പം ലോണ് 2010 മുതൽ പുതിയ പേപ്പർ വരുന്ന വണ്ടികൾക്ക് 10 മുതൽ തന്നെ ലോൺ ഇപ്പോഴും 10 മുതൽ ചെയ്യുന്നുണ്ട്. അതെ അതെ. ഇപ്പോൾ 2010 മുതൽ ലോൺ ഉണ്ട്. എല്ലായിടത്തും 12 തന്നെ സാറിന് ചെയ്യുന്നത്. 10 മുതൽ ലോൺ വരുന്നുണ്ട്. അപ്പം അവരുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ 2003 ഓൾട്ടോ LX ആണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. ഓക്കെ. പേപ്പർ വന്നിട്ട് ടാക്സ് 28 വരെ ഉണ്ട്. റീടെസ്റ്റ് ചെയ്ത് കൊടുക്കും. 30 വരെ പേപ്പർ ആക്കി കൊടുക്കുന്ന വണ്ടിയാണ്. 30 വരെ പേപ്പർ ആക്കി കൊടുക്കും. 2003 30 വരെ പേപ്പർ ആക്കും. 28 ടാക്സ് ഉണ്ടല്ലേ? അതെ. ഓക്കെ. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ഉണ്ട് ബ്രോ? നീറ്റാണ്. AC ഒക്കെ ഉണ്ടോ? AC ഉള്ള വണ്ടിയല്ലേ? AC ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ ഓൾ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഈ സൈഡൊക്കെ നോക്കി അറിയാൻ പറ്റും. ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. വണ്ടിയുടെ പഴക്കത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ എന്തായാലും റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് നീറ്റായി കൊടുക്കുമല്ലോ. എല്ലാം ക്ലിയർ ആയി കൊടുക്കുള്ളൂ അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ല, വണ്ടി മുഴുവൻ സ്ക്രാച്ചസ് മാറ്റി ക്ലിയർ ആയി കൊടുക്കും. അതെ. അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? നമുക്കിതൊരു 49,000 രൂപ കൊടുക്കാം. അതായത് 5 വർഷം പേപ്പറാക്കി. 5 വർഷം പേപ്പറാക്കി 2003 വണ്ടി 30 വരെ പേപ്പറാക്കി വെറും 49,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. സാൻഡ്രോ സിപ്പാണ്. 2001 മോഡലാണ്. 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. 28 വരെ പേപ്പർ ഉണ്ട്. അതെ. ഓക്കെ. വണ്ടി കണ്ടീഷനാണോ? കണ്ടീഷനാണ്. ഓക്കെ. AC എല്ലാം വർക്കിംഗ് ആണല്ലോ അല്ലേ? AC വർക്കിംഗ് ആണ്. ടയർ പുത്തൻ ടയർ ഉണ്ടല്ലേ? ടയർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബോഡി ക്വാളിറ്റി ഓക്കെയാണ്. അത്യാവശ്യം എടുത്ത് പഠിക്കുന്ന ഒരു പാർട്ടിക്ക് ചെറിയ ബഡ്ജറ്റിൽ എടുത്ത് പോവാം. അല്ല, എടുത്ത് പഠിക്കാൻ അത്യാവശ്യം ഓടിക്കാനും കൊള്ളാം. ഇന്റീരിയർ കാര്യങ്ങൾ മെക്കാനിക് സൈഡ് എല്ലാം കൊള്ളാം. ടയർ 4 പുത്തൻ ടയർ ഉണ്ട്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ കുഴപ്പമില്ല. AC വർക്കിംഗ് ആണ് ബ്രോ? വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ സാൻഡ്രോ 28 വരെ പേപ്പറുള്ള വണ്ടി, ബഡ്ജറ്റ് കാർ അല്ലേ? അതെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? 39,000 രൂപ കൊടുക്കാം. 39,000 രൂപ. അപ്പോൾ അടുത്ത വണ്ടി സ്പാർക്ക് 2012 ആണ്. പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. മെക്കാനിക് സൈഡ് പക്കയാണ്. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം കൊള്ളാം. ഓടിക്കാനും കൊള്ളാം വണ്ടി. 27 വരെ അത്യാവശ്യം എടുത്ത് പഠിക്കുന്ന ഒരാളിന് എടുക്കാം. നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ക്രിസ്മസ് പ്രമാണിച്ച്. 27 വരെ പേപ്പർ ഉണ്ടല്ലോ? 27 വരെ പേപ്പർ ഉണ്ട്. ടയർ കണ്ടീഷൻ ഓക്കെയാണ്. മെക്കാനിക് കണ്ടീഷൻ ഓക്കെയാണ്. AC വർക്കാണ്. ടയർ കണ്ടീഷൻ ഓക്കെയാണ് അല്ലേ? അപ്പോൾ ടയർ 4 ടയറും കൊള്ളാം. ഓക്കെ. ഇന്റീരിയറും വലിയ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയാൽ മതി. AC ഉള്ള വണ്ടി അല്ലേ? AC ഉള്ള വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. എത്ര കൊടുക്കാം? 49,000 രൂപ കൊടുക്കാം. 49 രൂപ. അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ. ഓൾട്ടോ കേട്ടൻ 2012 ആണ്. സിംഗിൾ ഓണർ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ. ഓക്കെ. 27 പേപ്പർ വരുന്നുണ്ടല്ലേ? അതെ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വേറെ മെക്കാനിക് സൈഡ് ഒന്നും വേറെ കുഴപ്പമില്ല. ബോഡി കണ്ടീഷൻ നീറ്റാണ്. ടയർ കണ്ടീഷൻ ഫ്രണ്ടിലൊരു 70% ടയർ ഉണ്ട്. ബാക്കിലും ഒരു 40% ടയറേ ഉള്ളൂ. വേറെ ബോഡിയൊക്കെ നീറ്റാണ്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഡെൻറ്റില്ല. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി ഡാമേജ് ആണ്. LXI ആണല്ലേ? LXI ആണ്. അപ്പോൾ AC പവർ സ്റ്റിയറിംഗ് മാത്രം. അതെ അതെ. നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം 1,20,000 രൂപയ്ക്ക് മേളിൽ ലോൺ കൊടുക്കാം. ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. വില എത്രയാണ്? നമുക്ക് 1,65,000 രൂപ കൊടുക്കാം. 2012 സിംഗിൾ ഓണർ വണ്ടി. എ സ്റ്റാർ സിംഗിൾ ഓണറാണ്. 2011 നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ. ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 89,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ്. ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. നീറ്റ് ആണല്ലേ? ബ്ലാക്ക് ആണ്. ചെറിയ സ്ക്രാച്ചസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വാഷ് ചെയ്താൽ മാത്രം മതി. പൊടി അടിച്ചേക്കണമെന്നേ ഉള്ളൂ. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ആണ്. LXI ആണ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? എല്ലാം വർക്കിംഗ് ആണ്. മെക്കാനിക് സൈഡും കൊള്ളാം. 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്ററിൽ പറയുന്നത്? അതെ. നല്ല പരിമിതി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല.
എല്ലാ കാര്യങ്ങളുമുള്ള ട്രിവാൻഡ്രം വണ്ടിയാണ്. അത്യാവശ്യം ഫിനാൻസ് കൊടുക്കാൻ വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് വില? നമുക്ക് 1,39,000 രൂപ കൊടുക്കാം ഫൈനൽ. സിംഗിൾ ഓണർ വണ്ടി. ഓൾട്ടോ കേട്ടൻ 2012 ആണ്. സെക്കൻഡ് ഓണറാണ്. മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാന്നുള്ള വണ്ടിയാണ്. വെറും 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? അതെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓൾട്ടോ VXi ആണല്ലേ കേട്ടൻ? VXi ആണ്. ഓക്കെ. ഇവിടെ സ്ക്രാച്ചസ് ഒന്നുമില്ല, മൈനോട്ട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ഫ്രണ്ടിൽ പുത്തൻ ടയറുണ്ട്, ബാക്കിൽ ഏതാണ്ട് ഒരു 60% ടയറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? നമുക്ക് 1,69,000 രൂപ കൊടുക്കാൻ വേണ്ടി. 1,60,000. 1,20,000 1,30,000 വരെ ലോണും കിട്ടും. സെലറിയോ 2015 സെക്കൻഡ് ഓണർ, 62,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. കമ്പനി സർവീസ് ആണ്. വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. VXi ആണ് വേരിയന്റ്, ഓട്ടോമാറ്റിക്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ. ടയർ കണ്ടീഷൻ എബോവ് 60 to 70% ടയർ കണ്ടീഷൻ ഉണ്ട്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റർ ചെയ്തിട്ടുണ്ട്, നീറ്റാണ് കേട്ടോ. അതിനകത്ത് സോണിയുടെ നല്ല സ്റ്റീരിയോ ഇരിപ്പുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കാണ്, 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ടല്ലേ? എല്ലാം വരുന്നുണ്ട്. ഫൈനലി ഇപ്പോൾ എല്ലാ വർക്കും ഓയിൽ വരെ മാറി ഇട്ടേക്കുന്ന വണ്ടിയാണ്. വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, എടുത്ത് ഓടുക. ഫിനാൻസും കിട്ടും. ഏകദേശം 3 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെ? നമുക്കിതൊരു 3,25,000 രൂപയുടെ ഫൈനൽ കൊടുക്കാം. 2015 ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണറാണ്. വെറും 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. i10 2012 ആണ്. വെറും 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. 44 കിലോമീറ്റർ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. മെക്കാനിക് സൈഡ് എല്ലാം ഓക്കെയാണ്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. വേറെ ഒന്നുമില്ല. ടയർ കണ്ടീഷൻ എബോവ് ടയർ കണ്ടീഷൻ ഒക്കെ ഓക്കെയാണ്. ഒരു 80% ടയർ ഉണ്ടല്ലേ? നീറ്റാണ്. വേറെ സ്ക്രാച്ചസ്, ചെറിയ മൈനോർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നീറ്റാണ്. സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് AC അല്ലേ? അതെ. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഫിനാൻസ് കൊടുക്കാൻ വേണ്ടി പറ്റിയ വണ്ടിയാണ്. നീറ്റ് വണ്ടി കേട്ടോ. എല്ലാം കൊള്ളാം അല്ലേ? അതെ. എഞ്ചിൻ കണ്ടീഷൻ എല്ലാം പക്കയാണ്. കുറച്ചല്ലേ ഓടിയിട്ടുള്ളൂ. ഫിനാൻസും കിട്ടും. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ ലോണും കിട്ടും. നമുക്ക് 1,49,000 രൂപ കൊടുക്കാം. 2012 സിംഗിൾ ഓണർ, വെറും 44,000 കിലോമീറ്റർ ഓടി വണ്ടി. അപ്പോൾ അടുത്ത ഓൾട്ടോ 2011 സെക്കൻഡ് ഓണർ, ഓൾട്ടോ LX AC മാത്രമേ ഉള്ളൂ. അതെ. നല്ല ബോഡി ക്വാളിറ്റി, മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാന്നുള്ള വണ്ടി. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്. ഓക്കെ. വണ്ടി ബോഡിയും കുഴപ്പമില്ല. വേറെ റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നുമില്ല? ഒന്നുമില്ല. 2011 മോഡലാണ്. ഓക്കെ. സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇരിപ്പുണ്ട്, സ്റ്റീരിയോ ഇരിപ്പുണ്ട്. AC മാത്രമുള്ള വണ്ടി, പവർ സ്റ്റിയറിംഗ് വരുന്നില്ല അല്ലേ? അതെ. അപ്പോൾ ടെസ്റ്റ് വരുന്നത് 26 എപ്പോഴാണ്? 26 സെപ്റ്റംബറിലാണ്. നമുക്ക് ഇതിന് വേണമെങ്കിൽ ലോണും കൊടുക്കാൻ പറ്റും. ഒരു 80-85 രൂപ ലോണും കൊടുക്കാം. ആണോ? അപ്പോൾ വില എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 99,000 രൂപ കൊടുക്കാം. ചെറിയ എമൗണ്ട് അടിച്ച് EMI തന്നു കഴിഞ്ഞാൽ, ഡൗൺ പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഇട്ട് എടുക്കാം. ഇത് അടുത്ത വണ്ടി മാരുതി 8 ഉണ്ട്. പക്ഷേ നല്ല ഇഷ്ടംപോലെ കളക്ഷൻ കിടപ്പുണ്ടല്ലേ മാരുതി 800-ൻ്റെ? അതെ. ലോ ബഡ്ജറ്റ് വണ്ടികളെല്ലാം മാരുതി 800 നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോഡക്റ്റ്സ് വരുന്നത്? 2010 ആണ്. 30 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. AC വരുന്നത് MBFI ആണ്. MBFI AC അല്ലേ? അതെ. ഓക്കെ. വണ്ടി ബോഡി ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ടയർ കണ്ടീഷൻ 3 കൊള്ളാം, 1 ആവറേജ് ആണ്. ഓക്കെ. ഈ സൈഡ് നോക്കിയാലും ഒരു കുഴപ്പമില്ല. ബോഡി വണ്ടി വലിയ കുഴപ്പമില്ല അല്ലേ? ഇല്ല. കിലോമീറ്റർ എത്ര ഉണ്ടാവും? കിലോമീറ്റർ എനിക്ക് വേണം 68,000, 70,000 കണ്ട ഓടിയിട്ടുള്ളൂ. ഓക്കെ. സീറ്റ് കവറുണ്ട്, സ്ലൈറ്റ്ലി ഡാമേജ് ആണ്. 67,000 കിലോമീറ്റർ അല്ലേ? അതെ. ഓക്കെ. സീറ്റ് കവർ ഡാമേജ് ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ ബ്രോ? ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെ? നമുക്കിതൊരു 95,000 രൂപ ഫൈനൽ കൊടുക്കാം. പുതിയ പേപ്പർ ഉള്ള വണ്ടിയാണ്. 30 വരെ പേപ്പർ ഇപ്പം നമ്മൾ ചെയ്തിട്ട വണ്ടിയാണ്. 5 വർഷം പേപ്പർ ആക്കിയിട്ടുണ്ട്. സാൻഡ്രോ സിംഗ് ആണ്. 2010 ആണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. 10 ടെസ്റ്റ് കഴിഞ്ഞോ? ടെസ്റ്റ് കഴിഞ്ഞ് 30 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് AC വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. ബോഡിയൊക്കെ കൊള്ളാം കേട്ടോ. ജസ്റ്റ് വാഷ് ചെയ്താൽ മതി. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും മൈനോട്ട് കാണില്ല. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? അത് വേണേൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അല്ല, പറയാനായിട്ടൊന്നും ഇല്ല. ചെറുതായിട്ടൊക്കെ ഉള്ളൂ അവിടെയൊക്കെ ബമ്പറിലൊക്കെ. അത് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും അല്ലേ? ഇന്ത്യൻ കണ്ടീഷൻ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. നമുക്കിത് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. അത്യാവശ്യം വേണമെങ്കിൽ 1 ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 10 ഫിനാൻസ്. അതെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കിതൊരു 1,25,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,25,000. വണ്ടി സ്പാർക്ക് 2009 ആണ്. 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. 29 പേപ്പർ ഉണ്ടല്ലേ? അതെ. ഓക്കെ. വണ്ടി ബോഡി ക്വാളിറ്റി കൊള്ളാം. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? കണ്ടീഷൻ ആണോ? നല്ല വണ്ടി. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണോ? ഒരു കുഴപ്പമില്ല. ബ്ലാക്ക് ആണ്. നല്ല സ്ക്രാച്ചസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കട്ടെ. സ്ഥലക്കുറവായതുകൊണ്ട് കണ്ടീഷൻ 60% ആയിരുന്നു. ബാക്കിൽ ആവറേജ് ആണ്.
ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, കുഴപ്പമില്ല. ഓക്കെ, അതിനകത്ത് എ സി വരുന്നുണ്ട്, സ്റ്റീരിയോ ഇരിപ്പുണ്ട്, പോസ്റ്റ് എ സിയും പവർ സ്റ്റിയറിംഗും അല്ലേ? അതെ, ഓക്കെ. എ സിയിൽ വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? നമുക്കിതൊരു 70,000 രൂപ കൊടുക്കാം. നിലവിൽ പുതിയ പേപ്പർ ഉള്ള വണ്ടിയാണ്. മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. 30 വരെ പേപ്പറും ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. സാൻഡ്രോ സാൻഡ്രോ സിംഗ് ആണ്, 2009 ആണ്, 29 വരെ പേപ്പർ ഉള്ള വണ്ടി. 29 പേപ്പർ അല്ലേ? ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ. എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ബോഡി ചെറിയ പെയിന്റ് മങ്ങലുണ്ട് ഒരു സൈഡിൽ മാത്രം. ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പെയിന്റ് വർക്ക് റെഡിയായി കൊടുക്കാം. ഓക്കെ. ലീഡ് കണ്ടീഷൻ സീറ്റ് സീരിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീരിയർ ഇരിപ്പുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ, എല്ലാം വർക്കിംഗ് ആണല്ലോ? ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കിതൊരു 99,000 രൂപ കൊടുക്കാം. 99 രൂപ. ഫൈനൽ 99 രൂപ കൊടുക്കാം. 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്.